റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുറൈശികൾക്കിടയിൽ സുഹൈൽ ഇബ്നു അംർ എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. സുഹൈൽ ഇബ്നു അംറിന്റെ പ്രത്യേകത ഭയങ്കര തീപ്പൊരി പ്രഭാഷകനായിരുന്നു. റസൂലുള്ളാഹി ഖാദ ചന്തയിൽ ഇസ്ലാമിനെ പ്രസന്റ് ചെയ്ത് സംസാരിക്കും. അങ്ങനെ റസൂലുള്ള പോയി കഴിഞ്ഞാൽ ഈ സുഹൈൽ ഇബ്നു അംർ അതിനുള്ള മറുപടി പ്രഭാഷണം പറയും. ഭയങ്കര ആവേശം കൊള്ളിക്കുന്ന, അതോടൊപ്പം തന്നെ റസൂലുള്ളാഹിക്കെതിരെയുള്ള വ്യക്തിപരമായുള്ള ആക്ഷേപങ്ങൾ അടങ്ങിയിട്ടുള്ള പ്രഭാഷണമായിരുന്നു അത്. അങ്ങനെ മക്കം ഫത്തഹിന്റെ സമയത്ത് ഇയാൾ പിടിക്കപ്പെട്ടു. ജസ്റ്റ് ഒരു ഇൻസിഡന്റ്, ഒരു സംഭവമാണ് പറയുന്നത് കേട്ടോ. മക്കം ഫത്തഹിന്റെ സമയത്ത് ഒരുപാട് ആൾക്കാരെ ബന്ദികളാക്കിയതിന്റെ കൂട്ടത്തിൽ ഈ സുഹൈൽ ഇബ്നു അംറിനെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് സുഹൈൽ ഇബ്നു അംറും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തമ്മിൽ എഴുതുന്ന കരാർ എന്ന് എഴുതിയപ്പോൾ സുഹൈൽ ഇബ്നു അംർ ഇത് വെട്ടിച്ചു. റസൂലൊക്കെ അവർക്കാണ് റസൂലുള്ള, ഞങ്ങൾക്ക് നീ റസൂൽ എന്നല്ല, മുഹമ്മദ് എന്ന് മാറ്റി എഴുതണം എന്ന് പറഞ്ഞു. മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാക്കി മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ അയാളുടെ നിർബന്ധത്തിന് മേലിൽ അത് മാറ്റി മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്നാക്കി. അങ്ങനെ ഈ വ്യക്തിയെ, അത്രയും കടുത്ത ധിക്കാരിയായ ഒരു മനുഷ്യനായിരുന്നു സുഹൈൽ ഇബ്നു അംർ. ഇയാളെ പിടിക്കപ്പെട്ടു. ഇയാൾ എന്ത് ചെയ്യണം എന്നുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകിൽ വധിക്കാൻ പറയും, കാരണം അത്രയും ഇസ്ലാമിന് ഭയങ്കര ഡാമേജ് ഉണ്ടാക്കിയ ആളാണ്. അപ്പോൾ ഇനി അവൻ തിരിച്ചു പോയിട്ട് ഇസ്ലാമിനെതിരെ അവന്റെ നാവ് അനക്കാൻ പാടില്ല. അപ്പൊ ആ രൂപത്തിൽ ഉള്ള ശിക്ഷാ നടപടി അയാൾക്കെതിരെ വേണമെന്നായിരുന്നു സഹാബികളുടെ കൂട്ടത്തിൽ പലരും പ്രതീക്ഷിച്ചത്. റസൂലുള്ളാഹി പറഞ്ഞ അയാൾ വെറുതെ വിടാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അങ്ങനെ വെറുതെ വിടണോ റസൂലെ? അയാളെ പല്ലെങ്കിലും അടിച്ചു പൊളിച്ച് വിട്ടൂടെ എന്ന് ചോദിച്ചു. അപ്പൊ റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാളെ മരണാനന്തര ജീവിതത്തിൽ അംഗവൈകല്യമുള്ളവനായി താങ്കൾ പുനർജനിക്കപ്പെടുവാൻ എന്ന് ഞാൻ ഭയപ്പെടുന്നു അങ്ങനെ ചെയ്താൽ. അപ്പോ അതിന് നമുക്ക് റൈറ്റ് ഇല്ല. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി ശിക്ഷാ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ആളുകൾക്കെതിരെ രാജ്യസുരക്ഷയുടെ മുന്നിൽ നിർത്തിയാണ് റസൂലുള്ളാഹി ഏത് ശിക്ഷാ നടപടിയും സ്വീകരിച്ചിട്ടുള്ളത്. വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് റസൂലുള്ളാഹിയെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്തു എന്നുള്ള കാരണം കൊണ്ട് വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് റസൂലുള്ളാഹി ഒരാളോടും എന്ത് ചെയ്തിട്ടില്ല. അത് മനസ്സിൽ വെച്ചിട്ട് പവർ കംപ്ലീറ്റ് കൈകിട്ടിയപ്പോൾ, രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപനായപ്പോൾ പോലും റസൂലുള്ളാഹി എന്ത് ചെയ്തിട്ടില്ല, വ്യക്തി വൈരാഗ്യത്തിന്റെ പുറത്ത് ഒരാളെയും ആക്രമിച്ചിട്ടില്ല. രാജ്യസുരക്ഷ കണക്കിലെടുത്തിട്ട് പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. അങ്ങനെ അയാളെ വെറുതെ വിടുമ്പോൾ റസൂലുള്ളാഹി ഒരു കാര്യം കൂടി പറഞ്ഞു, ഉമർ, നാളെ നിനക്കിഷ്ടമുള്ള ഒരു നടപടി അല്ലെങ്കിൽ നിനക്കിഷ്ടമുള്ള ഒരു നിലപാട് അയാൾ സ്വീകരിക്കില്ലെന്ന് നിനക്ക് എന്ത് ഉറപ്പാണുള്ളതെന്ന്. പിന്നീട് ചരിത്രത്തിൽ സുഹൈൽ ഇബ്നു അംർ മുസ്ലിമായി ഉള്ള സ്റ്റോറി ഞാൻ ഇതിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം കഴിഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലം കഴിഞ്ഞു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വലിയ പൊളിറ്റിക്കൽ പ്രതിസന്ധി ഉണ്ടായ സമയത്ത് ഈ സുഹൈൽ ഇബ്നു അംറാണ് ആ മക്കയിലെ ആ പൊളിറ്റിക്കൽ ഇഷ്യൂ സോൾവ് ചെയ്തതെന്നാണ് ചരിത്രം. അതായത് അന്ന് റസൂലുള്ളാഹി പറഞ്ഞ, നിനക്ക് ഇഷ്ടമുള്ള ഒരു നിലപാട് അയാൾ സ്വീകരിക്കില്ലെന്ന് നിനക്ക് എന്താണ് ഉറപ്പുള്ളത് എന്ന് ആലോചിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പുഞ്ചിരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ ഒന്നാമത്തേത് എന്നുള്ള ഒരു സ്റ്റോറി, ഇതിൽ നിന്നുള്ള ഒരു ഗുണപാഠം എന്ന് വെച്ചാൽ, റസൂലുള്ളാഹി ഒരിക്കലും വ്യക്തിവൈരാഗ്യം തീർത്തിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഏത് കടുത്ത ധിക്കാരിയും മനസ്സ് മാറിയേക്കാം, നാളെ മറ്റൊരു നിലപാട് സ്വീകരിച്ചേക്കാം എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാവുന്നത്.